കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്സവാഘോഷത്തിനോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. രണ്ടാം വിളക്ക് ദിവസമായ മാർച്ച് 5 മുതൽ ആരംഭിച്ച പ്രസാദഊട്ടിൽ ഇതുവരെ 1000-ലേറെ പേരാണ് പങ്കെടുത്തത്. ക്ഷേത്രോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് ലഘുഭക്ഷണവുമാണ് ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തിരുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണമാണ് വിളമ്പുന്നത്. ഒന്നാം വിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങിന് ആരംഭം കുറിച്ചിരുന്നു. തട്ടകത്തെ ഭക്തജനങ്ങൾ വഴിപാടായി നൽകിയ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഓരോ ദിവസവും പ്രഭാത ഭക്ഷണത്തിനും പ്രസാദഊട്ടിനും വൈകിട്ടുള്ള ലഘുഭക്ഷണത്തിനും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഊട്ടുശാലയിൽ എത്തിയിരുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, ക്ഷേത്ര പരിസരത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഭക്ഷണം കഴിക്കാൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ടിനെത്തുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ തട്ടകത്തെ വീടുകളിൽ നിന്നും ജാതിഭേദമില്ലാതെയാണ് ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്നത്. പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെയാണ് ഭക്തജനങ്ങൾ മടങ്ങുന്നത്.